ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതോടെ വലേറോയിലെ പോർട്ട് ആർത്തർ റിഫൈനറിയിൽ വമ്പൻ സ്ഫോടനമുണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. US ഊർജ കേന്ദ്രം ആക്രമണത്തിലാണോ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? തിങ്കളാഴ്ച മാർച്ച് 23 വലേറോ പോർട്ട് ആർത്തർ റിഫൈനറിയിൽ ഉണ്ടായിരുന്ന വൻ സ്ഫോടനം US ഊർജ മേഖലയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം മൂലം രാജ്യം എണ്ണവിലയിൽ കുതിച്ചുചാട്ടം നേരിടുമ്പോൾ പ്രതിദിനം 4,35,000 ബാരൽ സംസ്കരിക്കാൻ ശേഷിയുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ ഇന്ധന കേന്ദ്രങ്ങളിലൊന്ന് ഇപ്പോൾ അടിയന്തര ലോക്ക്ഡൌണിലാണ്. കിഴക്കൻ ടെക്സസിൽ കട്ടിയുള്ള കറുത്ത പുക ഉയരുന്നതിനാൽ ചുറ്റുമുള്ള പ്രദേശത്തെ താമസക്കാർ വീടിനുള്ളിൽ തന്നെ തുടരാൻ തദ്ദേശീയ അധികാരികൾ ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാനുമായി ചർച്ച നടത്താൻ ശ്രമിക്കുന്നതിനിടെ സ്ഫോടനം 4,35,000 ബാരൽ ശുദ്ധീകരണ ശേഷി ഓഫ്ലൈനിൽ തകരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഹോർമൂസ് കടലിടുക്ക് IRGCയുടെ 90% ഉപരോധത്തിൽ തുടരുന്നതിനാൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന് ബാരലിന് 3.7% ഉയർന്ന് $103.60 ഇത് ആഗോളതലത്തിൽ 8 ദശലക്ഷം ബാരൽ ദൈനംദിന വിതരണം ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഹൂസ്റ്റണിൽ നിന്ന് ഏകദേശം 90 മൈൽ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാലേറോയിലെ പോർട്ട് ആർത്തർ റിഫൈനറിയിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ പ്രാദേശിക അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ ഷെൽട്ടർ ഇൻ പ്ലേസ് അലർട്ട് പുറപ്പെടുവിച്ചു. മുൻകരുതൽ എന്ന നിലയിൽ സമീപ പ്രദേശങ്ങളിലെ ആളുകളോട് അകത്ത് തന്നെ തുടരാനും പറഞ്ഞിട്ടുണ്ട്. വലേറോ റിഫൈനറിയിൽ അടുത്തിടെ ഉണ്ടായ സ്ഫോടനത്തിലെ വെളിച്ചത്തിലും സമീപ പ്രദേശങ്ങളിലെ എല്ലാ താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരമായ ഒരു ഷെൽട്ടർ സ്ഥാപിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് റിഫൈനറിക്ക് ചുറ്റുമുള്ള വിശാലമായ പ്രദേശം ഈ ഉപദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. സംഭവ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ ഉയർന്ന തീജ്വാലകളും റിഫൈനറിയിൽ നിന്ന് ഉയരുന്ന കറുത്ത പുകയും ഒരു കൂട്ടവും കാണാം. ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായി കൊണ്ടിരിക്കുകയാണ്. റിഫൈനറിയിലെ പ്രോസസിംഗ് യൂണിറ്റുകളിലൊന്നിൽ തീപിടുത്തമുണ്ടായതായി വലേറോ സ്ഥിരീകരിച്ചു. നിലവിൽ ടെക്സസിലെ പോർട്ട് ആർത്തറിലെ വലേറോയുടെ റിഫൈനറിയിലുള്ള ഒരു യൂണിറ്റിൽ തീപിടുത്തമുണ്ട്. എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത്: തൊഴിലാളികളുടെ സുരക്ഷയാണ് തങ്ങളുടെ മുൻഗണനയെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സമയത്ത് ഏതെങ്കിലും മരണങ്ങളോ പരിക്കുകളോ സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.